ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഒരു പ്രേതാനുഭവത്തിൻ്റെ കാര്യമാണ് കേട്ടോ. ഇന്ന് ഞാൻ അങ്ങനെ ഇരുന്നപ്പം പണ്ടത്തെ കാര്യമൊക്കെ ഞങ്ങൾ ചില സമയം ഇങ്ങനെ ഓർക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ആ കാര്യം ഇങ്ങനെ ഓർത്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഈ സംഭവം നടക്കുന്നത് ഞാൻ എൻ്റെ മൂത്ത മകന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ്. അന്ന് എനിക്ക് 7 മാസമായിരുന്നേ. അപ്പോൾ 7 മാസമായപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ ആ സമയത്താണ് എൻ്റെ വാപ്പയും ഉമ്മയും ഒരു പുതിയൊരു വാടക വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ ഈ പുതിയ വാടക വീട്ടിലോട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ 2 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ 7 മാസമായ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ നല്ലൊരു വീടായിരുന്നേ. 2 നില വീടായിരുന്നു. ഒരുപാട് മുറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ആ വീട് 3 ബെഡ്റൂം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഈ ബെഡ്റൂമിലൊന്നും ആ വീട്ടിൽ ബാത്റൂം ഇല്ല. ഹാളിൽ കോമൺ ആയിട്ടായിരുന്നു ഒരു ബാത്റൂം വന്നത്. അങ്ങനെ ആ വീട്ടിലോട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാത്രി ഞാനും ഉമ്മയും കൂടെ ഒരു ബെഡ്റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരിക്കും. പക്ഷെ കറക്റ്റ് 2 മണിയാവുമ്പം ഞാൻ അങ്ങ് കണ്ണ് തുറക്കും. എനിക്കറിയില്ല കേട്ടോ, അത് എങ്ങനെയാണ് ആ ടൈമിൽ കണ്ണ് തുറക്കണതെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണങ്ങ് തുറക്കും. തുറന്നു കഴിയുമ്പോൾ എനിക്ക് കേൾക്കുന്ന സൗണ്ട് എന്താണെന്നറിയാമോ? ഈ ഓല മെടയുന്ന സൗണ്ടില്ലേ, പണ്ട് ഈ വെട്ട് കത്തിയൊക്കെ വെച്ച ആൾക്കാർ ഈ ഓല ഇങ്ങനെ വെട്ടി വെട്ടി ഇടുമല്ലോ, അതേപോലത്തെ സൗണ്ട്. അത് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാം. അപ്പോൾ ഞാനിത് റെഗുലറായിട്ട് എല്ലാ ദിവസവും ഈ 2 മണിയാകുമ്പം, രാത്രി 2 മണിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണു തുറക്കും. കണ്ണ് തുറന്ന് ഈ സൗണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പുറത്തൊരു സൈഡിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പാക്കാണെങ്കിൽ പ്രേതത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഒരു വിശ്വാസമില്ല. ഞാൻ അഥവാ എവിടെയെങ്കിലും ഓരോരുത്തരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, അവിടെ അത് നടന്നു ഇത് നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനത് വീട്ടിലിരുന്ന് പറയുമ്പോൾ വാപ്പ എന്നെ വഴക്ക് പറയും. പിന്നെ ഇവിടെ പ്രേതമൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കും, വഴക്ക് പറയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ വാപ്പാക്ക് വിശ്വാസമായി പ്രേതം എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് എന്നുള്ളത് വിശ്വാസമായത് എൻ്റെ വാപ്പാക്ക് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ്. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇപ്പം ഞാനും ഉമ്മയും കൂടെ രാത്രി ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്നും എഴുന്നേൽക്കുകയാണല്ലോ, ഈ 2 മണി സമയമാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുകയാണല്ലോ. ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ സൗണ്ടും കേട്ട് ഇങ്ങനെ കിടന്നപ്പോൾ പെട്ടെന്ന് വാപ്പ വന്ന് എൻ്റെ ബെഡ്റൂമിലെ ഡോറ് തുറന്നു ലൈറ്റ് ഇട്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ വാപ്പ എന്ത് ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ വാപ്പ പറഞ്ഞില്ല. അന്നേരം വാപ്പ ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ടു, ഹാളിൽ ലൈറ്റ് ഇട്ടു, പിന്നെ വാപ്പ കിടക്കുന്ന ബെഡ്റൂമിലെ ലൈറ്റ് ഇട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് പറ്റി. പിന്നെ ഞാൻ എഴുന്നേറ്റില്ല. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ഉമ്മ ഇങ്ങനെ ചായയൊക്കെ ഇട്ട് കൊണ്ട് വന്നു. ആ സമയത്ത് ഞാൻ വാപ്പാട്ട് ചോദിക്കണം, വാപ്പ എന്ത് പറ്റി രാത്രി വാപ്പ ലൈറ്റൊക്കെ ഇട്ട് എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വാപ്പാക്കത് ഞങ്ങളോട് പറയാൻ ഒരു ചമ്മൽ. കാരണം വാപ്പ ഇതൊന്നും നമ്മൾ പറയുമ്പോൾ വാപ്പ ഞങ്ങളെ വഴക്ക് പറയാറുണ്ടല്ലോ, പറയാൻ ചമ്മൽ. പക്ഷെ വാപ്പ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അത് ഒരു സംഭവം ഉണ്ടായി എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വാപ്പ അപ്പം ഞങ്ങളോട് പറയണം, ഞാൻ ഇന്നലെ രാത്രി പേടിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ വാപ്പയുടെ റൂമിലെ ഡോറ് വാപ്പ ക്ലോസ് ചെയ്യാറില്ല. കാരണം അപ്പുറത്തെ റൂമിൽ ഞാനും ഉമ്മയും കിടക്കുകയാണല്ലോ, അപ്പം വാപ്പ ഡോറ് ക്ലോസ് ചെയ്യാറില്ല. അപ്പോൾ വാപ്പയുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ മേളിലോട്ട് കയറി പോകുന്ന സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ വാപ്പ സ്റ്റെപ്പിൽ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് വാപ്പ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പം വാപ്പ ക്ലിയറായിട്ട് വാപ്പ കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു ഒരു പെൺകുട്ടി. വാപ്പ പറയുന്നു ആ കുട്ടിക്ക് ഒരു 12 13 വയസ്സ്, അത്ര ഏജേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി ആ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ നടന്ന് താഴോട്ട് വരികയും താഴോട്ട് വന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് വാപ്പാടെ അടുത്ത് പറയുകയാണ്, ഞാൻ മരിച്ചതാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാപ്പ പേടിച്ചു. അപ്പോൾ ചാടി അങ്ങ് എഴുന്നേറ്റ് വാപ്പ ഓടി ചെന്ന് ലൈറ്റ് ഇട്ടു റൂമിൽ. എന്നിട്ടാണ് എൻ്റെ റൂമിൽ വന്ന് ലൈറ്റ് ഇട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പോയത്. അപ്പോൾ വാപ്പ നല്ല പേടിച്ചു. അപ്പോൾ ഞാൻ വാപ്പാടെ അടുത്ത് പറഞ്ഞു, വാപ്പ ഞാനും ഇതേപോലെ 2 മണിയാകുമ്പോൾ എൻ്റെ കണ്ണ് തുറക്കുന്നു, ഞാൻ ഈ സൗണ്ട് കേൾക്കുന്നു, എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഈവനിങ് ആകുമ്പം പുറത്തിറങ്ങി നിൽക്കുക. അപ്പോൾ ഉമ്മയും ഇങ്ങനെ പുറത്ത് പോയി നിന്നു. അതിന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അപ്പുറത്തെ വീട്ടിലുള്ളവർ പഴയ കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡ് ഞങ്ങളുടെ വീടിനോട് ചേർന്നൊരു വീട് വരുന്നുണ്ട് കേട്ടോ.
അത് അടച്ചിട്ടേക്കാണ്. അത് ആ വീട് അടച്ചിട്ടേക്കാണ്. അപ്പം ഞാൻ ബാക്കിലിറങ്ങി നോക്കുമ്പോൾ ആ വീട് ലോക്കാണ്. ഒരു ചെറിയൊരു വീട് വരുന്നുണ്ട്. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ഈ കാര്യം പറയാണ്. പണ്ടത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ആ കുട്ടി ഇങ്ങനെ പോയല്ലോ, ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പം വളർന്നേനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാനും ഉമ്മയും അവിടെ നിൽക്കരുത്. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി എന്താ പറഞ്ഞ് മനസ്സിലായി, ഏത് കുട്ടിയുടെ കേസാണ്? അപ്പോൾ പറയാം, മോളെ ഇതേപോലെ നിങ്ങളുടെ വീടിൻ്റെ ബാക്കിലോട്ടൊരു വീട് വരുന്നുണ്ടല്ലോ, അവിടെ ഒരു ഫാമിലി താമസിച്ചിരുന്നു, ഒരു മോളായിരുന്നു. ആ കുട്ടിക്ക് എന്തോ അസുഖമോ എന്തൊക്കെയോ വന്ന് ആ കുട്ടി അങ്ങ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു മിനിറ്റ് പകച്ചു നിന്ന് പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ആ കുട്ടിക്ക് എത്ര വയസ്സ് വരും? അത് കുട്ടിക്ക് അവൾക്കൊരു 12 13 വയസ്സ് കാണും. ആ ആൻറ്റി പറയാണ്. അപ്പോഴുണ്ടല്ലോ അത് കേട്ടപ്പം എനിക്കും ഉമ്മയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. വാപ്പ ആ കണ്ട ആ കുട്ടി, വാപ്പ പറഞ്ഞ അതേ ഏജ്, ഇപ്പം ഈ ആൻറ്റിയും പറയുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ സംഭവമുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറി വന്ന് വാപ്പ വന്നപ്പോൾ വാപ്പാരോട് ഞങ്ങൾ ഈ കാര്യം പറയുന്നു. വാപ്പാരുടെ അടുത്ത് എൻ്റെ സഹോദരങ്ങളുടെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അപ്പം വാപ്പ കണ്ടത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറണം എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ പെട്ടെന്നൊക്കെ ഒരു വീട് കിട്ടി മാറാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്ക്, അന്ന് ഹസ്ബൻഡ് രാത്രി വീട്ടിലോട്ട് വന്നായിരുന്നു. വന്നപ്പോഴത്തേക്ക് ഞാനും ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണം, വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പം ഹാളിലാണ് ഈ ബാത്റൂം വരുന്നത് കോമൺ ആയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ അന്ന് ഒരു 8 മാസമൊക്കെ ആവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇറങ്ങി, ഞാൻ ഡോറ് തുറന്ന് ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി ഹാളിലോട്ട് അങ്ങ് കയറി. ഹാളിലോട്ട് അങ്ങ് ഇറങ്ങിയതും എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഹാളിലോട്ട് അങ്ങ് ഇറങ്ങിയപ്പോൾ ഒരു സൗണ്ട്, ഒരു പെൺകുട്ടി കിടന്ന് ഇങ്ങനെ ഏങ്ങി ഏങ്ങി കരയുന്നു. നമ്മൾ ഈ കരയുമ്പോൾ ഇങ്ങനെ ഏങ്ങി ഏങ്ങി കരയത്തില്ലേ, അതേപോലെ ഏങ്ങി ഏങ്ങി കരയുന്നു. ആ സൗണ്ട് ഞാൻ നല്ലതുപോലെ കേട്ടു. അപ്പം ഞാൻ മുന്നോട്ട് വെച്ച കാല്, ഞാൻ 2 സ്റ്റെപ്പ് എടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ സൗണ്ട് എനിക്ക് കേൾക്കുന്നത്. ഞാൻ ഉടനെ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് എനിക്ക് ഈ സൗണ്ട് എനിക്ക് നല്ലതുപോലെ കേട്ടു. ഞാനപ്പോൾ നല്ല പേടിച്ചു പോയി കേട്ടോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് എന്തായാലും മുന്നോട്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം ഈ സൗണ്ട് ഞാൻ കേൾക്കില്ലേ, ഈ ഏങ്ങി ഏങ്ങി കരയുന്നൊരു സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ. അപ്പോൾ എനിക്ക് റൂമിലോട്ട് ഓടണം. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഒരു ഒറ്റ ഓട്ടം ഡോറും തുറന്ന് റൂമിലോട്ട് അങ്ങ് കയറിയപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ചാടി എണീറ്റ്. അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, ഇതെന്തോന്ന് കാണിക്കുന്നതൊക്കെ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞു ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞു, ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ ആരോ കരയുന്നു, ഞാൻ നല്ലതുപോലെ ആ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തോന്ന് കേട്ട്, ഇവളെ കാര്യം എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് കൂടെ വന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഹാളിലോട്ട് കയറി, ഹസ്ബൻഡ് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ, ഹസ്ബൻഡ് കൂടെ വന്നപ്പോൾ ഞാൻ ആ സൗണ്ട് പിന്നെ കേട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എവിടെ സൗണ്ട്, ആര് കരയുന്നു? ഞാൻ പറഞ്ഞു, ഇല്ല സത്യമായിട്ട് ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ടോയ്ലറ്റിൻ്റെ പുറത്ത് നിന്നു. ഞാൻ പിന്നെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് നേരെ പോയി ഞാൻ ബെഡിൽ പോയി കിടന്നു. പക്ഷെ കിടന്നെങ്കിലും എൻ്റെ മൈൻഡിലൊക്കെ സത്യം, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഞാൻ കേട്ടതാണ്. അതുകൊണ്ടാണ് എനിക്ക്, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ ഓരോരുത്തരുടെ തോന്നലായിരിക്കും. തോന്നലൊന്നും അല്ല. കാരണം അങ്ങനെ തോന്നലാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാപ്പ ഇപ്പം കണ്ടു. വാപ്പ പറയുന്നു ഒരു 12 13 വയസ്സൊക്കെ ആ കുട്ടിക്കുള്ളൂ, അങ്ങനെ ഒരു കുട്ടിയാണ് ഞാൻ കണ്ടതെന്ന് വാപ്പ പറഞ്ഞു. അതേപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയും പറഞ്ഞു, ആ കുട്ടി മരിച്ചപ്പോൾ അതിന് 12 13 വയസ്സേ ഉള്ളൂ. ആ സമയത്താണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടുവന്നത് എങ്ങനെയാണ്, അയ്യോ അവളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൾ ഇത്ര ഏജ് ആയേനെ, ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത് അവരുടെ അടുത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ലോകത്ത് ഇതൊക്കെ കുറേയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇല്ലാന്ന് നമുക്ക് തീരെ പറയാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും ഓർത്തില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ അവിടെ താമസിക്കാനുള്ള ധൈര്യമില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ എങ്ങനെ അവിടെ താമസിക്കും? പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വേറെ വീടൊക്കെ നോക്കി, വീട് കിട്ടി. പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റായി. പിന്നെ ഇപ്പോഴും ചില സമയം ആ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ചിന്തിക്കാറുണ്ട്, ഒന്ന് പോയി നോക്കിയാലോ എന്ന് തോന്നാറുണ്ട്. പക്ഷേ ധൈര്യമില്ല കേട്ടോ, സീരിയസ്ലി ധൈര്യമില്ല. ഇപ്പോൾ അവിടെ ആൾ താമസമുണ്ടോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞതൊന്നും അല്ല. അപ്പം വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതിപ്പോൾ എനിക്ക് എന്തായാലും വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.